നമസ്കാരം, ഞാൻ ഗൗരി ദാസ് ഇ. JVHS സന്ധിക്കരയിൽ 8ൽ പഠിക്കുന്നു. നമുക്കിന്നൊരു മാത്സ് പസിൽ ചെയ്തു നോക്കിയാലോ? പൂച്ചക്കുഞ്ഞുങ്ങളുടെ പ്രായം എത്ര? ഉണ്ണിയും മനുവും കൂട്ടുകാരാണ്. ജൂൺ 6-ാം തീയതി ഉണ്ണിയുടെ പിറന്നാളാണ്. പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ മനു സമ്മാനവുമായി എത്തി. ഉണ്ണി സന്തോഷത്തോടെ സമ്മാനം തുറന്നു നോക്കി. വളരെ മനോഹരമായ 3 പൂച്ചക്കുഞ്ഞുങ്ങൾ. ഈ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് എത്ര പ്രായമുണ്ടെന്ന് ഉണ്ണി മനുവിനോട് ചോദിച്ചു. മനു പറഞ്ഞു, ഈ 3 പൂച്ചക്കുഞ്ഞുങ്ങളുടെയും പ്രായങ്ങളുടെ ഗുണനഫലം 36 ആണ്. ഉണ്ണി പൂച്ചക്കുഞ്ഞുങ്ങളുടെ പ്രായം കണ്ടെത്താൻ ശ്രമം തുടങ്ങി. ഒരു സൂചന കൂടി തരുമോ? ഉണ്ണി ചോദിച്ചു. മനു സൂചന കൊടുത്തു. ഇവയുടെ പ്രായങ്ങളുടെ തുക തമ്മിൽ കൂട്ടിയാൽ 4 ഉത്തരം കിട്ടും. ഉണ്ണി വീണ്ടും ഉത്തരം കണ്ടെത്താൻ ശ്രമം തുടങ്ങി. കുറച്ചു കഴിഞ്ഞ്, നീ ഒരു സൂചന കൂടി തന്നാൽ ഞാൻ ഉത്തരം പറയാം എന്ന് ഉണ്ണി പറഞ്ഞു. മനു അടുത്ത സൂചനയും കൊടുത്തു. മൂത്ത പൂച്ച കറുപ്പാണ്. ഉണ്ണി ഉടനെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ ശരിയായ പ്രായം കണ്ടെത്തി. ഉണ്ണി കണ്ടെത്തിയ ഉത്തരം എന്തായിരിക്കും? എല്ലാവരും ചോദ്യം കേട്ടല്ലോ. എങ്കിൽ ഉണ്ണി കണ്ടെത്തിയ ഉത്തരം എന്തായിരിക്കും? ശരി, നമുക്ക് ഉത്തരം നോക്കാം. ഒന്നാമത്തെ സൂചന 3 പൂച്ചക്കുഞ്ഞുങ്ങളുടെയും പ്രായങ്ങളുടെ ഗുണനഫലം 36 ആണ്. എങ്കിൽ ഏതൊക്കെ സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് ഉത്തരം 36 കിട്ടുന്നത്? നമുക്ക് നോക്കിയാലോ. 1 × 1 × 36 is equal to 36. 1 × 2 × 18 is equal to 36. 1 × 3 × 12 is equal to 36. 1 × 4 × 9 is equal to 36. 1 × 6 × 6 is equal to 36. 2 × 2 × 9 is equal to 36. 2 × 3 × 6 is equal to 36. And 3 × 3 × 4 is equal to 36. അങ്ങനെ 8 സംഖ്യകൾ ആണ് 36 ഉത്തരം തരുന്നത്. 36 ഉത്തരം വരുന്ന 8 സെറ്റുകളാണ് നമുക്കിവിടെ കിട്ടിയത്. പക്ഷേ അതിൽ ഏതായിരിക്കും നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ പ്രായം? നമുക്ക് രണ്ടാമത്തെ സൂചനയിലേക്ക് പോയാലോ. രണ്ടാമത്തെ സൂചന ഇങ്ങനെയായിരുന്നു. 3 പൂച്ചക്കുഞ്ഞുങ്ങളുടെയും പ്രായങ്ങളുടെ തുക തമ്മിൽ കൂട്ടിയാൽ ഉത്തരം 4 കിട്ടും. 4 കിട്ടുന്നത് നമുക്ക് നോക്കാം. 1 + 1 = 36 is equal to 38. ഇതിന്റെ തുക നമ്മൾ കാണണം. അപ്പോൾ 3 + 8 is equal to 11. 1 + 2 + 18 is equal to 21. 2 + 1 is equal to 3. 1 + 3 + 12 is equal to 16. 1 + 6 is equal to 7. 1 + 4 + 9 is equal to 14. 1 + 4 is equal to 5. 1 + 6 + 6 is equal to 13. 1 + 3 is equal to 4. 2 + 9 is equal to 13 and 1 + 3 is equal to 4. 2 + 3 + 6 is equal to 11. 1 + 1 is equal to 3 + 3 + 4 is equal to 10. 1 + 0 is equal to 1. 4 ഉത്തരം വരുന്ന 2 സെറ്റുകൾ നമുക്ക് കിട്ടിയില്ലേ? ഏതൊക്കെയായിരുന്നു? 1 6 6, രണ്ടാമത്തെ സെറ്റ് 2 2 9. ഇതിൽ ഏതായിരിക്കും നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ പ്രായം? അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ സൂചനയിലേക്ക് പോയാലോ. മൂന്നാമത്തെ സൂചന ഇങ്ങനെയായിരുന്നു. മൂത്ത പൂച്ച കറുപ്പാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതിലൊരു മൂത്ത പൂച്ച ഉണ്ടല്ലേ, അങ്ങനെയല്ലേ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് 1 6 6 പിന്നെ 2 2 9. ഇതിൽ 2 വലിയ പൂച്ചകൾ ഉണ്ടാവും അല്ലേ? ഇതിൽ പക്ഷെ ഒരു വലിയ പൂച്ചയല്ലേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായും ഉത്തരം ഇതായിരിക്കും. 2 പൂച്ചകൾക്ക് 2 വയസ്സ് പ്രായം, ഒരു പൂച്ചയ്ക്ക് 9 വയസ്സ് പ്രായമായിരിക്കും. അങ്ങനെ നമ്മൾ ഉണ്ണി കണ്ടെത്തിയ പോലെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ പ്രായം കണ്ടെത്തിയില്ലേ? താങ്ക് യു. നമസ്കാരം, ഞാൻ കൃഷ്ണ. ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മാത്സ് പസിലാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഞാനിവിടെ 8 നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അതിലൊരു കള്ളിയിൽ ഒരു നമ്പർ മാത്രം മിസ്സിംഗ് ആണ്. ആ നമ്പർ ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പസിലാണ്. അപ്പോൾ ഞാൻ 15 സെക്കൻഡ് സമയം നിങ്ങൾക്ക് തരും. ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട കള്ളിയിലത്തെ നമ്പർ ഏതാണെന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ 15 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ വരാം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഉത്തരം വരിക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം നമ്മൾ ഇത് മൾട്ടിപ്ലിക്കേഷനാണ് സംഭവം. 17 × 17 289. അതാണ് ഞാൻ ഫസ്റ്റ് കള്ളിയിൽ എഴുതിയിട്ടുള്ളത്. അടുത്തത് 18 × 18 324. അതാണ് ഞാൻ സെക്കൻഡ് കള്ളിയിൽ എഴുതിയിരിക്കുന്നത്. ലാസ്റ്റത്തെ നമ്പർ 19 × 19 361. അതാണ് ഞാൻ ലാസ്റ്റ് കള്ളിയിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട കള്ളിയിലത്തെ നമ്പർ 1 ആണ്. അതാണ് അതിൻ്റെ ഉത്തരം. ഇങ്ങനെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ വരിക. ഹായ്, ഗൗരി പാർവതി 10th ബിയിലാണ് പഠിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു മാത്തമാറ്റിക്കൽ ലോ പ്രൂവ് ചെയ്യാൻ പോവാണ്. ദ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാനിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സെമി സർക്കിളാണ്. ഇതിൽ ഞാൻ ആംഗിൾസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ എക്സാമ്പിളായിട്ട് 3 ട്രയാങ്കിൾസ് മാത്രമാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഈ ആംഗിൾസിൻ്റെ എവിടെ അയച്ചാലും 90 ഡിഗ്രി എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ എക്സാമ്പിളായിട്ട് 3 ട്രയാങ്കിൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. സോ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും 90 ഡിഗ്രി ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഞാനിപ്പോൾ ഈ സൈഡിലൊരു ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട്. ഇതിൽ സെമി സർക്കിളിൻ്റെ മുകളിലായിട്ട് വരുന്ന ആംഗിൾ ഇതാണ്. സോ ഇതിവിടെ കറക്റ്റായിട്ട് വെച്ച് നോക്കിയാൽ, ബേസ് കറക്റ്റാക്കിയാൽ ദ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് എന്ന് പറയും. പിന്നെ വരുന്നത് ഈ ഒരു ട്രയാങ്കിളാണ്. ഇതിൻ്റെ 90 ഡിഗ്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോ പറയുന്നത് ഇതാണെന്നാണ്. സോ ബേസ് കറക്റ്റാക്കി വെച്ചാൽ ഇതും 90 ഡിഗ്രിയാണ്. ഇതിൻ്റെ ബേസും കറക്റ്റാണ്. സോ ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് വരുന്നത്, അല്ലെങ്കിൽ ഈ ആംഗിൾ വരുന്നത് 90 ഡിഗ്രിയാണ്. ഇനി വരുന്നത് ഈ ഒരു ആംഗിളാണ്. ഈ ആംഗിളാണ് 90 ഡിഗ്രി എന്ന് സ്ഥാപിക്കുന്നത്. സോ
ഞാനതിൻ്റെ ബേസ് മാത്രമാണ് കറക്റ്റാക്കി വെക്കുന്നത്. ബേസ് കറക്റ്റാക്കിയപ്പോൾ അതിൻ്റെ ആംഗിൾ 90 ഡിഗ്രിയാണ് വരുന്നത്. സോ ദിസ് ആംഗിൾ ഈസ് ഓൾസോ 90 ഡിഗ്രി. ഈ 3 ട്രയാങ്കിൾ കൂടാതെ ഈ സെമി സർക്കിളിൻ്റെ മുകളിലായി ഏതെല്ലാം ആംഗിൾ വരുന്നു അതെല്ലാം 90 ഡിഗ്രി തന്നെയാണ്. എൻ്റെ പേര് ദിവ്യാനന്ദ്. ഞാൻ GHSS നന്ദിക്കരയിലെ 9Bയിലാണ് പഠിക്കുന്നത്. ഇന്ന് ഞാനൊരു ജോമെട്രിക്കൽ പാറ്റേൺ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ എ സർക്കിൾ വിത്ത് 5 cm റേഡിയസ്. Then we have to divide this circle into 12 equal parts. For that we have to divide 360 by 12 and we get 30. With a 30-degree angle, we can divide the circle into 12 equal parts. After that, we have to extend each line from the center of the circle with 5 cm more. Then the total length of this line is 10 cm. Next step is to draw line from each extended point to the point which touches the circle. After drawing from 12 points like this with different colors, we will get a geometrical pattern like this. Hope you all like this one. Try to do the same. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനന്തു 8ൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ടൈപ്സ് ഓഫ് ആംഗിൾസ് ആണ്. ആദ്യം തന്നെ 10 cm റേഡിയസിൽ ഒരു വൃത്തം വെട്ടിയെടുക്കുക. വേറെ 7 cm റേഡിയസിൽ വേറെ വൃത്തം വെട്ടിയെടുക്കുക. അതിനുശേഷം പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 360 ഡിഗ്രി വരെ അടയാളപ്പെടുത്തുക. അതും ഇതുപോലെ മാറ്റുക. ഇനി മാറ്റിയ കുത്തുകളെ യോജിപ്പിക്കുക. ഇനി 0 മുതൽ 360 വരെ ഇതിൽ അടയാളപ്പെടുത്തുക. ഇപ്പോൾ 360 വരെ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി 0 മുതൽ സെൻറ്റർ വരെ വലിയ വൃത്തത്തിൻ്റെ കട്ട് ചെയ്യുക. റേഡിയസായി വരച്ചത് കട്ട് ചെയ്യുക. ഇനി ചെറിയ വൃത്തത്തിൻ്റെയും അതേപോലെ തന്നെ കട്ട് ചെയ്യുക. ഇനി ചെറിയ വൃത്തത്തിൻ്റെ താഴെ ഭാഗത്തായി സ്റ്റിക്ക് ഒട്ടിക്കുക. ഇനി ശ്രദ്ധാപൂർവം 2 വെട്ടിയ വശങ്ങളെയും ഉള്ളിലേക്ക് ഇത് മുകളിലേക്ക് വരത്തക്ക വണ്ണം വയ്ക്കുക. ഇനി നമുക്ക് ആംഗിളുകളെ പരിചയപ്പെടാം. ഇപ്പോൾ 0 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അതിനെ 0 ആംഗിൾ എന്ന് പറയാം. 90 ഡിഗ്രിക്ക് താഴെയാണ്. അതിനെ അക്യൂട്ട് ആംഗിൾ അഥവാ ന്യൂനകോൺ എന്ന് പറയാം. കറക്റ്റ് 90 ഡിഗ്രിയാണ്. ഇതിനെ റൈറ്റ് ആംഗിൾ അഥവാ മട്ടകോൺ എന്ന് പറയാം. ഇത് 90ക്കും 180ക്കും ഇടയിലാണ്. ഇതിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ അഥവാ ബൃഹത് കോൺ എന്ന് പറയാം. ഇത് കറക്റ്റ് 180 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇതിന് സ്ട്രേറ്റ് ആംഗിൾ എന്ന് പറയാം. 180ക്കും 360ക്കും ഇടയിലാണ്. അതുകൊണ്ട് ഇതിനെ ഫുൾ റിഫ്ലക്സ് ആംഗിൾ അഥവാ പ്രതിഫലന കോൺ എന്ന് പറയാം. ഇപ്പോൾ ഇത് 360 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഫുൾ റൊട്ടേഷൻ സർക്കിൾ എന്ന് പറയാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു സർക്കിളിൻ്റെ മുഴുവൻ കോൺ 360 ഡിഗ്രി ആയിരിക്കും. താങ്ക് യു. സ്നേഹ, I am studying in 10th standard and I am from GHSS നന്ദിക്കര സ്കൂൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാത്സ് ഒരു പസിലായിട്ടാണ്. 2 + 7 + 3 = 24, 9 + 7 - 4 = 24, 4 + 0 + 8 = 24. അപ്പോൾ 5 + 5 + 5 = എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഇതിനെ ഉത്തരമായിട്ട് വരുന്നതായിരിക്കും. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നതായിരിക്കും. 5 + 5 + 5 = 15, 15 × 2 = 30. അപ്പോൾ 30 ആണ് ഉത്തരം. താങ്ക് യു.